ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടോ, ഇനി സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു ധാരണയായിട്ടില്ല എന്ന് പറഞ്ഞാ അത് നമ്മുടെ പാർട്ടിക്ക് തന്നെയാ നാണക്കേട്. ഒരു സാധ്യതാ പട്ടികയെങ്കിലും വരട്ടെ. അസംബ്ലി ഇലക്ഷൻ അടുത്തു. അത് നാളെ തന്നെ ആയിക്കോട്ടെ. അത്യാവശ്യം ജനകീയ മുഖമുള്ള യുവാക്കൾക്ക് വേണം പ്രാധാന്യം കൊടുക്കാൻ. മതി, ആവശ്യത്തിന് സമയമെടുത്തിട്ട് വിളിച്ചോ. ഓക്കേ. ഹരിതമോൾ എവിടെ മനോജ്? അത് ഞാൻ ഒറ്റയ്ക്ക് വന്ന്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയണ്ട, അത് ഈ മുഖത്തുനിന്ന് തന്നെ വായിച്ചെടുക്കാം. വീട് വിട്ടിറങ്ങിപ്പോയ അച്ഛനെയും അമ്മയും ഇതേവരെ കണ്ടെത്തിയിട്ടില്ല. അവരെ കണ്ടുപിടിക്കാൻ ഞാൻ സഹായിക്കണം. ഇതല്ലേ വേണ്ടത്? അല്ല, അവരെ ഇപ്പൊ കണ്ടുപിടിച്ചിട്ട് എന്തിനാടാ? എന്റെ മോൾക്ക് അവരൊരു ഭാരമാകാനോ? എടാ, മൂത്ത മോൻ പ്രകാശൻ അവരെ വേണ്ട. അവരെ ആ വീട്ടിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കാമെന്ന ചിന്തയിലായിരുന്നു നിന്റെ ചേട്ടൻ. എന്റെ കഷ്ടകാലത്തിന് ഞാനും അതിന്റെ ഇടയിൽ ചെന്ന് കയറി. കുറുപ്പിന്റെ പൊതുപ്രവർത്തനത്തിൽ ഇന്നേ വരെ തന്തയും തള്ളയും ഭാഗം വയ്ക്കാൻ പോയിട്ടില്ല. നിന്നെ പോലത്തെ എന്ന് ഈ കുടുംബത്തിൽ വന്ന് കയറിയോ അതും എനിക്ക് ചെയ്യേണ്ടി വന്നു. എടാ, മാധവൻ നായരും ചന്ദ്രികയും അവസാന കാലത്ത് എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ, അല്ലെങ്കിൽ ഒരുമിച്ച് ചാവട്ടെ. ശവം കൊണ്ടുവരാനോ പോസ്റ്റ്മോർട്ടം എളുപ്പത്തിലാക്കാനോ ഒരു പഴയ MLA എന്നുള്ള നിലയിൽ ഞാൻ എന്റെ സ്വാധീനം ഉപയോഗിക്കാം. ഇപ്പൊ മരുമകൻ പോവാൻ നോക്ക്, ചെല്ലേ. എനിക്ക് അച്ഛനും അമ്മയും വേണം. വേറെ ആരും നോക്കണ്ട, ഞാനവരെ പൊന്നുപോലെ നോക്കിക്കോളാം. എടാ, നീ രാവിലെ തമാശ പറയാൻ വന്നാണോടാ? അല്ല, ഞാൻ സത്യമാ പറഞ്ഞു. മാനത്തെ കൊട്ടാരം